Hello, hi, assalamu alaikum and welcome to another video. ഈ വീഡിയോ കണ്ട രണ്ട് മെയിൻ ടീംസ് ആരാന്നറിയോ? +2 കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ മീറ്റ് എഴുതി അത് കഴിഞ്ഞ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോകുന്ന ടീംസ് ഫസ്റ്റ് കണ്ട്. രണ്ടാമത് കണ്ടത് ആൾക്കാർ ഓൾറെഡി ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോകുന്നുണ്ടാവും. ഈ രണ്ട് ടീംസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞാൽ ഓൾറെഡി ചിലപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരായിരിക്കും. റിപ്പീറ്റിന്റെ ടൈമിൽ ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാരുണ്ടാവും, +2 ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാരുണ്ടാവും. റിപ്പീറ്റിനെ കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോകുമ്പോൾ തന്നെ നമുക്ക് ഹോസ്റ്റലിന്റെ ഒരു സംഭവം മനസ്സിലാവില്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും ഓൾറെഡി അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൾറെഡി ഹോസ്റ്റലിൽ പരിചയമില്ലാത്ത ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇത്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എമോഷണലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മളൊരു നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടുതലും വരുന്ന എൻക്വയറീസ് എന്തൊക്കെയാ അറിയോ? ഹോസ്റ്റൽ എങ്ങനെയാണ്, ഹോസ്റ്റലിൽ പോയി നിന്നാൽ എങ്ങനെ പഠിക്കാൻ പറ്റുമോ, അതോ ഞാൻ വീട്ടിൽ നിൽക്കണോ, ഡേ സ്കോളർ ആവണോ എന്നുള്ളൊരു സംശയമാണ് കൂടുതൽ പിള്ളേരും ചോദിക്കാറ്. അപ്പൊ ഞാൻ അവരോട് പറയാനുള്ളത്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം പഠിക്കുന്ന കുട്ടികളായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരെ കണ്ടിട്ട് നമ്മളും പഠിക്കാനിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ കുറെ റിസൾട്ടും ഓൺലൈനിൽ വരാറുണ്ട്. ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്. കാരണം എന്താ, അവർക്ക് വീട്ടിലിരുന്നിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അവർ പണ്ട് മുതലേ പഠിച്ചു വന്നത് അങ്ങനെ ആയിരിക്കും, വീട്ടിലിരുന്നിട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ, മീൻസ് മൊബൈൽ ഫോൺ ആവട്ടെ, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഒന്നും അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീട് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡേ സ്കോളർ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് സ്വന്തം കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കാം. പക്ഷേ ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പഠിക്കായിരിക്കും. അവിടെയാണ് നമ്മൾ ശരിക്കും ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കൊരു സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഒരു ഫോറിൻ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വീക്ക് എന്തായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. അവിടെ പോയി കഴിഞ്ഞാൽ പേരൻസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ ഫുഡിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ വേണ്ടി വരും. 1 വീക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാർ കേട്ടോ. 1 വീക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിട്ടു. ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ ആ ഒരു അവിടുത്തെ ടൈം ടേബിളിലേക്ക്, ഇപ്പം എനിക്ക് റേസിൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് 5:30 ആണ് ഞങ്ങൾക്ക് സ്റ്റഡി ഹാളിൽ എത്തേണ്ട സമയം വരുന്നത്. 1 വീക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്ര നേരത്തെ ഒന്നും എനിക്ക് എണീറ്റ് ശീലമില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. സോ 1 വീക്ക് ഞാൻ ടൈം എടുത്തു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ റുട്ടീനിലേക്ക് ഞാൻ മാറിയതിന് ശേഷം ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം 1 വീക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു റൂമിൽ 4 പിള്ളേരുണ്ടാവും, 8 പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ 2 ആൾക്കാരായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കാനുള്ള സമയവും പഠിക്കാനുള്ള സമയവും നിങ്ങൾ തന്നെ കണ്ടെത്തണം. സ്വന്തം സെൽഫ് സഫീഷ്യന്റ് ആവാൻ ശ്രമിക്കുക. സംസാരിക്കാനുള്ള സമയം ഉണ്ടാവും, നമുക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവും, കഥ പറയാനുള്ളതാണ്, ചിലപ്പം കുറേ കഥ പറയാനുണ്ടാവും. നമ്മൾ പുതിയതായിട്ട് ആൾക്കാരെ പരിചയപ്പെടുന്നതല്ലേ. അപ്പം അതിനെന്ത് ചെയ്യുക, നിങ്ങൾ അതിനായിട്ട് ടൈം മാറ്റി വെക്കുക. കുറച്ച് സമയം, അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ അതിന് വേണ്ടി മാറ്റി വെക്കുക. അല്ലാത്ത സമയത്തൊക്കെ പഠിക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷെ ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് 1 വീക്കും 2 വീക്കും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ഫുള്ളി പഠിത്തത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടാവില്ല. ആ ടൈമിൽ നിങ്ങളിപ്പോൾ കുറച്ച് കഷ്ടപ്പെടും. പക്ഷെ അല്ലാത്ത സമയത്താവുമ്പോൾ നിങ്ങൾ ആ റൂട്ടീനൊന്ന് റെഡി ആയിക്കോളും. മെയിനായിട്ട് പറയാനുള്ളത്, ലേറ്റ് നൈറ്റ് അധികം വർത്താനം പറഞ്ഞൊന്നും ഇരിക്കാതിരിക്കുക. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇല്ലാതിപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക ഫുള്ളി സ്ട്രെസ് ആയിരിക്കില്ലെന്ന്. പക്ഷേ ഈ പറയുന്ന കാര്യത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഉപകാരം മനസ്സിലാവും. ഈ ലേറ്റ് നൈറ്റ് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊന്നും നീറ്റിന് സ്കോർ കിട്ടുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും നേരം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ രാത്രി ഉറക്കം ശരിയാവില്ല, പിറ്റേന്ന് രാവിലത്തെ റുട്ടീനോട് തെറ്റും. ലേറ്റ് നൈറ്റ് അധികം വർത്താനം ഒന്നും പറഞ്ഞാതിരിക്കുക. ലേറ്റ് നൈറ്റ് ടോക്സ് കുറയ്ക്കാൻ നോക്കുക. പകരം ചായ കുടിക്കുന്ന സമയം ഉണ്ടാവും, ആ ബ്രേക്കിന് സംസാരിക്കാം, ലഞ്ച് ബ്രേക്കിന് സംസാരിക്കാം. ആ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഇന്ററാക്ട് ചെയ്യുക. പിന്നെ ചില ഡേയ്സ് ഉണ്ടാവും, ചില വീക്കെൻഡ്സിൽ ഒരു പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോയിന്ന് വരില്ലല്ലോ. അപ്പോൾ വീക്കെൻഡ്സിലാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ വെറുതെ ഇരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യാം. അപ്പം അല്ലാത്ത സമയം നിങ്ങൾ സ്റ്റഡീസിന് തന്നെ മെയിനായിട്ട് നോക്കുക. പിന്നെ ഇപ്പം മിക്സ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, ഫസ്റ്റ് അറ്റംപ്റ്റ്, ഇതൊക്കെ ചിലപ്പോൾ വരുന്നൊരു ഹോസ്റ്റൽ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, റിപ്പീറ്റേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റുകാരും അത്ര സീരിയസ് ആയിട്ടായിരിക്കില്ല പഠിക്കാനിരിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു വർഷം പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ഡ്രോപ്പ് ഇയർ എടുത്ത ആൾക്കാർക്ക് അറിയാം നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും. ഒരു കോമൺ ആയിട്ട് പറയുന്നതാണ്, ജനറൽ ആയിട്ട് പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. റിപ്പീറ്റിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റേഴ്സ് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ആ ഒരു ഇയറും കൂടെ വേസ്റ്റ് ചെയ്യാനില്ലല്ലോ എന്നുള്ളത്. ശരിക്കും റിയാലിറ്റിയാണ്. നമുക്ക് ഇനി ഒരു ഇയറും കൂടെ വേസ്റ്റ് ചെയ്യാനില്ല. റിപ്പീറ്റേഴ്സ്
എന്ത് ചെയ്യും, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കും. അപ്പം നിങ്ങൾ റിപ്പീറ്റർ ആവട്ടെ റിപ്പീറ്റർ ആവട്ടെ, റിപ്പീറ്റേഴ്സ് ദയവ് ചെയ്ത് ഹോസ്റ്റലിൽ പോകുന്ന ടൈമിൽ അധികം കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇതിൻ്റെ ചിലപ്പം ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തതിന് കൊണ്ടായിരിക്കും. പക്ഷെ അവിടെ പഠിക്കാൻ വരുന്ന റിപ്പീറ്റേഴ്സിന് അത് ഇമോഷണലി ആകട്ടെ മെന്റലി ആകട്ടെ ഒരു അവർക്കൊരു ഇത് വരും. മീൻസ് എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ കളിക്കുകയാണല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾ ആവാതെ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബൻസ് ആവാതെ നോക്കുക കേട്ടോ. ഫസ്റ്റ് റിപ്പീറ്റേഴ്സ് ആവട്ടെ റിപ്പീറ്റേഴ്സ് ആവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബൻസ് ആവാതെ നോക്കുക. വേറൊരു അഡ്വൈസ് എനിക്ക് തരാനുള്ളതെന്ന് അറിയോ, എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഉണ്ടായൊരു എക്സ്പീരിയൻസ് ആണ്. ദയവ് ചെയ്ത് ബാക്കിയുള്ളവരെ ബുക്ക് എടുക്കാൻ നിൽക്കരുത്. എനിക്ക് ഇത് പറയുമ്പോൾ ഞാൻ എനിക്ക് ഇത്രയും ചീപ്പായിട്ടുള്ള സംഭവം നമ്മുടെ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കും. പക്ഷെ എനിക്ക് അനുഭവപ്പെട്ടാൽ ഞാൻ പുതിയൊരു MTG ഫിംഗർ ടിപ്സ്, ബയോളജിയുടെ പുതിയൊരു MTG ഫിംഗർ ടിപ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഷെൽഫിൽ ആ ബുക്കേ കാണാനില്ല. ഞാൻ ഹോസ്റ്റൽ ഫുള്ള് തപ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ +2 പഠിക്കുമ്പോഴാട്ടെ, ഞാൻ +2 ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു പക്ഷെ ബുക്കല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വിടും, പക്ഷെ അത്രക്കും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ത്വരയിൽ വാങ്ങിച്ച ബുക്കായിരിക്കും. അത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടെ പോവുകയാണ് ചെയ്യുക. ആ ഒരു മൂഡ് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ദയവ് ആരും സ്വന്തം ബുക്ക്, സ്വന്തം റിസോഴ്സ് എടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ ലൈബ്രറിയിൽ കുറേ ടെക്സ്റ്റും ബുക്കൊക്കെ ഉണ്ടാവും, ആ ബുക്സൊക്കെ ഗൈഡൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുക. ബാക്കിയുള്ളവരെ ബുക്സ് ഒന്നും ഇങ്ങനെ എടുക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതായിരിക്കില്ല, മാറിപ്പോകുന്നതായിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷെ ആ സംഭവം ഇല്ലാതെ നോക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കോമ്പറ്റീഷൻ നല്ലതാണ്, ഹെൽത്തി കോമ്പറ്റീഷൻ. നിങ്ങളൊരു ഹോസ്റ്റൽ എൻവയൺമെന്റിൽ നിൽക്കുമ്പോൾ മറ്റാൾ പഠിക്കരുത് എന്ന് വിചാരിച്ച് അയാളെയും കൂടി ഡിസ്റ്റർബ് ചെയ്യാനോ ഡിസ്ട്രാക്ട് ചെയ്യാനോ പോകരുത്. ഇതെനിക്ക് നിങ്ങളോട് പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും കുറച്ച് പറയുന്നത് എന്ന്, ലെവൽ കുറച്ച് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നടക്കുന്നതാണ്. നമ്മൾ അറിയാലോ, ഹോസ്റ്റൽ സെറ്റപ്പിൽ വരുമ്പം പല എൻവയൺമെന്റിലുള്ള കുട്ടികളാണ് വരുന്നത്, പല സ്ഥലത്ത് പഠിച്ച കുട്ടികളാണ് വരുന്നത്. അപ്പം എല്ലാവരും ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, കോമ്പറ്റീഷൻ നല്ലതാണ്, ഹെൽത്തി കോമ്പറ്റീഷൻ നല്ലതാണ്. പക്ഷെ നമ്മൾ കാരണം വേറൊരാൾ മാർക്ക് കുറയാനോ അവർക്ക് ഡിസ്റ്റർബ് ആവാനോ നോക്കരുത്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുകയേ ചെയ്യരുത്. നമ്മൾ കാരണം വേറൊരാളെ സീറ്റ് പോകരുത്. നമുക്ക് സീറ്റ് കിട്ടണം, നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കും സീറ്റ് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക, ചിലപ്പോൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്, വേറൊരാൾ പോയി ചോദിക്കുക, ആളുടെ ഷോർട്ട് നോട്ട് നോക്കി എഴുതിയെടുക്കുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ഒരു എക്സാം ലെവലിലേക്ക് വരുമ്പം അവിടെ നിങ്ങളും അവരും കോമ്പറ്റീറ്ററിനെ തന്നെയാണ്. പക്ഷെ നമ്മളും രക്ഷപ്പെടണം, നമ്മുടെ കൂടെയുള്ള ആളും രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇത് കഴിഞ്ഞ് നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോവാം. ആ ഒരു മെന്റാലിറ്റിയിലാവണം നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനാവട്ടെ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒപ്പം രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ പഠിക്കണം. ഹോസ്റ്റലാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പക്ഷേ ഏതെങ്കിലും നേരത്തെ ഫുഡിന്റെ കംപ്ലൈന്റും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പം ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോകാൻ റെസ്റ്റ് എടുക്കുക, തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലേക്ക് വരിക. ഈ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹോസ്റ്റൽ എൻവയൺമെന്റ് തന്നെയാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി നിങ്ങളുടെ ഒരു പുറത്തുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പം എന്തായാലും അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പം നല്ല ചൂടായിരിക്കും, അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും, നല്ല കൊതുവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ അവർ എന്തായാലും തരും. ഇപ്പോഴത്തെ ഹോസ്റ്റലെല്ലാം നല്ല ഡെവലപ്ഡ് തന്നെയാണ്. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഹോസ്റ്റൽ ഒന്നിനൊന്നിന് മെച്ചം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, മെന്റലി സ്റ്റേബിൾ ആവുക, ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആവുക, ഒരു ഇൻഡിപെൻഡന്റ് മോഡിലേക്ക് നിങ്ങൾ മാറാൻ നോക്കണം. സെൽഫ് സഫിഷ്യൻറ്റ്, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാറ്റിയെടുക്കണം, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കണം. അതാവുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ നീറ്റ് എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ സർവൈവ് ചെയ്യും. ആ ഒരു പ്രഷറും ടെൻഷനും നമുക്ക് എന്തായാലും താങ്ങാൻ പറ്റും. അങ്ങനത്തെ ഒരു സർവൈവൽ സ്കിൽസ് നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നീറ്റ് റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇനിയും ഇപ്പം ഡ്രോപ്പ് ഇയർ എടുക്കാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതി സെക്കൻഡിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോകാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അവിടെ സർവൈവ് ചെയ്യാൻ നോക്കുക. ഏത് ഹോസ്റ്റലാവട്ടെ സർവൈവ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് നിങ്ങളെ നീറ്റിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒരു ഹോസ്റ്റലിൽ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഒരു പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു കർഫ്യൂ ഉള്ള ഒരു ഹോസ്റ്റൽ നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാം. ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നീറ്റ് എക്സാം ഇനി നീറ്റ് 2025 നമുക്കറിയില്ല ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്, റിസൾട്ട് എങ്ങനെ വരാൻ പോകുന്നത്. ചിലപ്പോൾ 720 ഔട്ട് ഓഫ് 720 കിട്ടാത്ത ആൾക്കാർക്ക് സീറ്റേ ഇല്ല എന്നുള്ള അവസ്ഥ ഒക്കെ ആയിരിക്കാം ഇനി വരുന്ന കാലത്ത്. അത്രക്കും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നെക്സ്റ്റ് ഇയർത്തെ നീറ്റ് 2025 സർവൈവ് ചെയ്യാനുള്ള ഒരു സർവൈവൽ സ്കിൽസ് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്.
ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. നിങ്ങൾ ബാക്കിയുള്ളവർ പഠിക്കുമ്പോൾ അവരെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡൗട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുക. ഹോസ്റ്റലിൻ്റെ ഒരു നല്ല പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്, നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അവർ പഠിക്കുന്ന മെത്തേഡും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ടോപ്പർ പഠിക്കുന്ന മെത്തേഡിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ടോപ്പേഴ്സ് പഠിക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല സ്കോറൊക്കെ കൂടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മളും കൂടെ തന്നെ എഴുന്നേറ്റ് പഠിച്ചോളും. അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും, അറിയാലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യാൻ പഠിക്കണം. നെക്സ്റ്റ് ഇയർ നല്ല സ്കോറോടെ നമുക്കിനി നമ്മളെ തോൽപ്പിക്കാനോ NTA പോലും നമ്മളെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്കോറോടെ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ഇനിയും കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുവരെ ബൈ.